ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ബീഡ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 7 തരം ഫ്ലവറിൻ്റെ ബീഡ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചെന്നല്ലാണ്ട് അതിനെക്കുറിച്ചിട്ട് വിശദീകരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് 10 രൂപയുടെ പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കാമെന്ന്. അത് അങ്ങനെ കൊടുക്കാൻ കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 രൂപയുടെ പാക്കറ്റ് ആക്കിയിട്ട് ചെയ്യുമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം. ഒരുപാട് പേർക്ക് മേടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഡൗട്ടായിരുന്നു 10 രൂപ ആകുമ്പോൾ അതിൽ എത്ര ഗ്രാം ഉണ്ടാവുമെന്ന്. അപ്പം അതും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കണ്ട, അപ്പം അതാണ് 10 രൂപയുടെ പാക്കറ്റ്. 10 ഗ്രാം ഉണ്ടാവും, അതായത് 10 പീസ് ഉണ്ടാവും 10 രൂപയുടെ പാക്കറ്റിൽ. നമുക്കിത് കൂടുതലായിട്ട് ഇടാനൊന്നും പറ്റില്ല, കാരണം നമുക്കത് കിട്ടിയത് തന്നെ അത്യാവശ്യം റേറ്റിനാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനത് 10 രൂപയുടെ പാക്കറ്റ് ആക്കിയത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ 10 രൂപയുടെ പാക്കറ്റ് ആക്കാനുള്ള ടൈം അതിന് പോവും. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലെറ്റർ ബീഡ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എയും ബി ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ. പക്ഷെ അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി, കാരണം അതിങ്ങനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ ഒരുവിധമൊക്കെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് പാക്കറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് അങ്ങനത്തെ ലെറ്റേഴ്സ് തന്നെയാണ് ചോദിക്കുന്നത്, വീഡിയോ കണ്ടിട്ടായിരിക്കണം. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിങ്ങനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുവിധമൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഇനി എല്ലാം കൂടെ മിക്സായിട്ട് തന്നെയാണ് തരാനുള്ള ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് സഹകരിക്കുക. നിങ്ങൾക്കറിയാലോ, ഈ കണ്ട പണിയുടെ ഉള്ളിൽ നിന്ന് അത് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമുക്കൊരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ചെയ്യാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലൊക്കെ ഏൽപ്പിക്കുക. അപ്പോൾ സ്കൂളൊക്കെ ആയ കാരണം കുട്ടികളൊന്നും അതിന് കിട്ടണില്ല. അപ്പോൾ എൻ്റെ പാക്കിങ്ങും അതിൽ നിന്ന് ഓരോ ലെറ്റേഴ്സ് തിരഞ്ഞെടുക്കലും എല്ലാം കൂടെ എനിക്ക് നടക്കണില്ല. അപ്പോൾ ഇനി അങ്ങനെ ലെറ്റേഴ്സ് ഓരോന്ന് ആവശ്യപ്പെടുക എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല. ഉള്ളത് ഞാൻ ഫസ്റ്റ് ആരൊക്കെ ഓർഡർ എടുക്കണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് കൊടുത്ത് തീർക്കും. അല്ലാത്തവർക്ക് ഇനി എല്ലാതും കൂടെ മിസ്സിങ് ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഇതാവും നമ്മൾ തരിക. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ബീഡ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ 10 രൂപയുടെ പാക്കറ്റാണ്, 10 ഗ്രാമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടുതരാൻ കാരണം ഇത് കണ്ടിട്ട് ഇനിയും ഇതിന് എത്രയെന്ന് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാലും ഒരുവിധ ആൾക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. എന്നാലാണ് വീഡിയോസിൽ ഞാൻ എന്താ പറയണതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 10 രൂപയുടെ പാക്കറ്റാണ്, 10 പീസ് ഉണ്ടാവും, 10 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇനിയും ഈ ബീഡ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഫുള്ളും ഈ ബീഡ്സ് പാക്ക് ചെയ്യണില്ല. ഒരു 10 പാക്കറ്റ് എങ്ങാനും ആയി കഴിഞ്ഞാൽ അടുത്തത് പാക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്തത് എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ തന്നെ അതൊരു 12 പീസ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ, കാരണം അത് ചെറിയൊരു ഫ്ലവർ ആണല്ലോ. അത് 10 പീസ് ഇട്ട് നോക്കിയപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ അത് 8 ഗ്രാമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 12 പീസൊക്കെ ഇട്ടപ്പോൾ അത് നമുക്ക് 10 ഗ്രാമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നതും 10 രൂപയാണ്. അപ്പോൾ 7 കളറ് 7 മോഡൽ ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ 7 ഫ്ലവേഴ്സിനും നമ്മൾ കൊടുക്കുന്നത് പാക്കറ്റ് റേറ്റ് 10 രൂപയാണ്. അപ്പോൾ 10 രൂപക്ക് 10 ഗ്രാമാണ് 10 രൂപ. അതുപോലെ തന്നെ 10 പീസാണ്. ഫസ്റ്റത്തേൽ 10 പീസ് ഉണ്ടാവും, പിന്നത്തേൽ 12 പീസാണ് ഉണ്ടാവുക. അങ്ങനെ വെയിറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സാധനത്തിൻ്റെ എണ്ണം കൂട്ടും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സാധനത്തിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളെല്ലാതും പാക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എല്ലാതും അങ്ങനെ പാക്ക് ചെയ്തിട്ടൊന്നും കാണിക്കണില്ല, നിങ്ങളോട് വിവരങ്ങൾ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ബീഡ്സ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ
സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ നമ്പർ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്പർ ആ ഒരു വീഡിയോയിൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് വീഡിയോസ് തപ്പിയാലും നിങ്ങൾക്ക് നമ്പർ കിട്ടും. അപ്പോൾ ഒരുപാട് പേര് നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അതുപോലെ കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ കിട്ടും. അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. റിപ്ലൈ അപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിപ്ലൈ തന്നിട്ടേ നമ്മൾ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാതും ഞാനിങ്ങനെ പാക്ക് ചെയ്തിട്ട് കാണിക്കണില്ല. ഇനി അടുത്ത 4 കളറാണ്, 4 മോഡലാണിത്. 2 മോഡലാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി 2 3 മോഡൽ ഞാൻ കാണിച്ചു തന്ന്. ബാക്കിയുള്ള 4 മോഡലാണ് ഇപ്പം ഇനി കാണിക്കാത്ത ഇതുള്ളത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. പാക്കറ്റ് 10 രൂപ തന്നെയാണ്, 10 ഗ്രാം തന്നെയാണ്. അതിലും 10 പീസ് ഉണ്ടാവുക. പിന്നെ ഈ ചെറുതൊക്കെ 10 പീസൊന്നും ആവില്ല, ഒരു പിടിയാണ് ഉണ്ടാവുക. അത് നമുക്ക് എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ഈ ബീഡ്സ്, അതുപോലെ ലവിൻ്റെ ചെറിയ ബീഡ്സുകൾ, അതൊക്കെ നമ്മൾ എണ്ണാനൊന്നും നിന്നിട്ടില്ല. അതൊരു കൈപ്പിടിയിൽ അങ്ങനെ ആക്കിയിട്ട് അതൊരു 10 രൂപയുടെ പാക്കറ്റ് ആക്കിയിട്ടാണ് അതും കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. അടുത്ത വീഡിയോ ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ആണ്. അതെല്ലാവരും കാണുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ഫ്രീ കിറ്റിൻ്റെ വീഡിയോസ് ഇടാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്.